നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ അടിച്ചുകൊന്ന മുഹമ്മദ് ഷഹബാസിന് വിട നൽകി നാട്. പൊട്ടിക്കരഞ്ഞ് പ്രിയപ്പെട്ടവർ. ചുങ്കം ജുമാ മസ്ജിദിൽ ഖബറടക്കി 5 പേർക്കെതിരെ കൊലക്കുറ്റം. ക്രിമിനലുകൾ ഷഹബാസിനെ കൊല്ലാൻ പദ്ധതിയിട്ട സന്ദേശങ്ങൾ പുറത്ത്. ആക്രമണശേഷം ക്ഷമ ചോദിക്കുന്ന ഓഡിയോ ന്യൂസ് 18. ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടായി ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടോ പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. ഷഹബാസിന്റെ തലയോട്ടിക്കേറ്റത് ഗുരുതര പൊട്ടൽ. തലച്ചോറിന് ക്ഷതമേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആക്രമണം നഞ്ചക്ക് ഉപയോഗിച്ചെന്ന് പോലീസ്. ലഹരിവേട്ടയുമായി പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട്. ഒരാഴ്ചക്കിടെ പിടിച്ചത് 1.5 കിലോ MDMA. 2854 പേർ അറസ്റ്റിൽ. കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരിയെ ലഹരി നൽകി പീഡിപ്പിച്ചു. കഞ്ചാവ് കേസിൽ പ്രതിഭ MLAയുടെ മകന് ക്ലീൻ ചിറ്റ്. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് വകുപ്പ് തല റിപ്പോർട്ട്. ഉത്തരാഖണ്ഡ് ഹിമപാതത്തിൽ 4 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. 50 പേരെ രക്ഷപ്പെടുത്തി. വെല്ലുവിളിയായി പ്രതികൂല കാലാവസ്ഥ. അപകട സ്ഥലം സന്ദർശിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. Very beginning of the war. You're not in a good position. You don't have the cards right now. With us, you start having cards. But right now, you don't. You're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച തർക്കിച്ച് പിരിഞ്ഞു. ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. പ്രകോപനം തെരഞ്ഞെടുപ്പ് കാലത്ത് കമല ഹാരിസിനെ പിന്തുണച്ചത്. യുക്രൈൻ സംഘത്തെ വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്താക്കി. സെലൻസ്കിക്ക് പിന്തുണയുമായി യൂറോപ്പ്. രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്ക് ആധിപത്യം. 2ാം ഇന്നിംഗ്സ് ലീഡ് 286 റൺസ്. കരുൺ നായർക്ക് സെഞ്ചുറി. കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് കരുൺ ന്യൂസ് 18നോട്. നല്ലതായിട്ട് കളിക്കുമ്പം 50s പോരാ. ആരെങ്കിലും കാണണമെങ്കിൽ 100 അടിച്ചുകൊണ്ടിരിക്കണം. 50 വെച്ച് ഔട്ടായ ഒരു കാര്യമില്ല. ഇത് കൺവേർട്ട് ചെയ്ത് 100 ആക്കണം. സോ അങ്ങനെ തന്നെ ആലോചിച്ച് എല്ലാം ഒരു ചാൻസ് വരുമ്പോൾ 50 വരുമ്പോൾ പിന്നെ ആലോചിക്കും ദാറ്റ് 100 അടിക്കും. സോ റിയലി ഹാപ്പി ദാറ്റ് അത്രയും 9 പ്രാവശ്യം കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. വാർത്തയിലേക്ക് വിശദമായി. കോഴിക്കോട് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിയെ ചൊല്ലിയുണ്ടായ സംഘട്ടനത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലെത്തിച്ച ഷഹബാസിന്റെ മൃതദേഹത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു നാടൊന്നാകെ എത്തി. കെടാവൂർ ജമാ മസ്ജിദിലായിരുന്നു ഖബറടക്ക ചടങ്ങുകൾ. മുഹമ്മദ് ഷഹബാസിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. അക്രമത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയൊട്ടി തകർന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഏറെ വൈകാരികമായ രംഗങ്ങൾക്കാണ് അവിടം കഴിഞ്ഞ മണിക്കൂറുകളിലാകെ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഖബറടക്ക ചടങ്ങുകൾക്ക് ശേഷവും പിരിഞ്ഞു പോകാനാകാതെ ആ നാട്ടുകാർ അവിടെ തമ്പടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു ദൃശ്യങ്ങളിൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എത്രമാത്രം വേദന അനുഭവിച്ചാണ് ഷഹബാസ് വിട പറഞ്ഞിരിക്കുന്നത് എന്നതുകൂടി വ്യക്തമാകുന്നു. എന്താണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം? പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ്, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ തലയ്ക്കേറ്റ ക്ഷതം അത് അതീവ ഗുരുതരമായ ആന്തരിക രക്തസ്രാവത്തിന് വഴിയൊരുക്കിയിരുന്നുവെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു.
ഇത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ബലമേറിയ ശക്തിയേറിയ ഒരു ആയുധം കൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടാണ് തലയ്ക്ക് അടിച്ചിട്ടുള്ളത്. തലയൊട്ടി പൊട്ടുന്ന തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആന്തരിക രക്തസ്രാവത്തിന് വഴിയൊരുക്കി, തലച്ചോറ് ഇളകുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇതാണ് മരണത്തിന് വഴിയൊരുക്കിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. പുറമേക്ക് പരിക്കില്ലെങ്കിലും ആന്തരികമായിട്ട് അതിഗുരുതരമായ പരിക്കാണ് ഷഹബാസിന് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം മുഖത്തും കണ്ണിനും ചെവിക്കും നെഞ്ചിനും പരിക്കേറ്റിരുന്നു. ഇതൊക്കെ തന്നെ ഈ മരണത്തിലേക്ക് വഴിയൊരുക്കി. പക്ഷെ ഏറ്റവും പ്രധാനം തലക്കേറ്റ ഈ ഒരു ക്ഷതം തന്നെയാണെന്നാണ് പ്രാഥമികമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനാകൂ. ഇതിപ്പോൾ വൈകുന്നേരം 5 മണിയോടെയാണ് ഷഹബാസിന്റെ ഖബറടക്കം കെടാവൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പൂർത്തിയായത്. നേരത്തെ 3 മണിയോടെ ഷഹബാസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. വീട്ടിലും അതുപോലെ തന്നെ പള്ളിയിലും അതിനുശേഷം മദ്രസയിലും ഒക്കെ പൊതുദർശനത്തിന്റെ സമയത്തൊക്കെ നാട് ഒന്നിച്ച് ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഇടത്തു നിന്ന് ഓടി തളർന്നു വീഴുന്ന കാഴ്ചകൾ, അങ്ങനെ ഹൃദയഭേദകമായ ഒട്ടേറെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. ഈ നാട് ഒന്നാകെ ഈ ഒരു ദുഃഖത്തിൽ അലിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോഴും ഷഹബാസിന്റെ വീട്ടിലേക്ക് ആളുകൾ ധാരാളമായിട്ട് എത്തുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാനും അവർക്കൊപ്പം നാടുണ്ട് എന്ന് പറയുവാനും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള സാഹചര്യം ഈ കുട്ടികളിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ഒരു ഞെട്ടലും എല്ലാവരും തന്നെ പങ്കുവെക്കുന്നുണ്ടെന്നാണെങ്കിലും ഷഹബാസിന്റെ വിയോഗം അത് ഈ നാടിന്റെ മാത്രമല്ല, അത് കേരളത്തിന്റെ ഒന്നാകെ ഒരു ഞെട്ടലാവുന്നത് അദ്ദേഹം നേരിടേണ്ടി വന്ന ആ ക്രൂരമായ പീഡനവും അല്ലെങ്കിൽ അക്രമവും അതിന്റെ സ്വഭാവം കൊണ്ട് കൂടിയാണ്. കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന ഇത്തരം വലിയ അക്രമവാസനകൾ, അക്രമത്തിന്റെ വഴിയിലേക്ക് പോകുന്ന മാറ്റങ്ങൾ, അത് തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ശരി, CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഷഹബാസ് മരിച്ചത്. ഷഹബാസിന്റെ മരണത്തിൽ താമരശ്ശേരി പോലീസ് കൊലക്കുറ്റം ചുമത്തി. വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പിനിടെയുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിലേക്കും വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും വഴിവെച്ചത്. ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. MG ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ചിലർ കൂകി. ഇതിന് പ്രതികാരം ചെയ്യാനായിരുന്നു ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും വഴിയുള്ള ചർച്ചകൾ. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി പോലും അല്ലാതിരുന്ന ഷഹബാസിനെ സുഹൃത്താണ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പരിക്ക് പറ്റിയതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല, പിന്നാണ് അറിയുന്നത്. പിന്നെ പറഞ്ഞില്ലായിരുന്നല്ലേ? തല്ല് നടന്നതായിട്ട് പറഞ്ഞില്ല. വീട്ടിൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു? സംസാരിച്ച് പിന്നെ അങ്ങനെ ഇതായി പോയതാണ്. വീട്ടിൽ കിടന്ന് ഏറെ നേരത്തിന് ശേഷം മടങ്ങിയെത്തിയ ഷഹബാസ് അവശനായിരുന്നു. കൊണ്ടുപോയിട്ട് ഇറക്കി, ആരെ ഇറക്കിയൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, തണുണ്ട്, അതിന്റെ മുകളിൽ കിടന്ന് എന്താ പിന്നെ അവർ വീട്ടിലില്ലായിരുന്നു. അവർ വന്നപ്പോഴാണ് ഈ പയ്യന് അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് അവിടെ കിടക്കുകയായിരുന്നു. അവശനായിരുന്നു. പുറമേക്ക് കാര്യമായ പരിക്കുകളൊന്നുമില്ലാതിരുന്ന ഷഹബാസ് രാത്രി ഛർദ്ദിച്ചതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. താമരശ്ശേരി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 5 പേരെ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി. ജാമ്യം നിഷേധിക്കപ്പെട്ട ഇവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉത്തരവിട്ടു. ന്യൂസ് 18 കോഴിക്കോട്. ഫെയർവെൽ പാർട്ടിക്കിടെയുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന നടന്നത് ഇൻസ്റ്റഗ്രാമിൽ. സംഘർഷത്തിന് ശേഷം മടങ്ങിയെത്തി ഷഹബാസിനെ ആക്രമിച്ചത് വിശദമായി തന്നെ ഓഡിയോയിൽ പറയുന്നുണ്ട്. ആശുപത്രിയിലായതിനു ശേഷം ഷഹബാസ് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഓഡിയോ സന്ദേശവും പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടൽ. തർക്കത്തിന് ശേഷം തിരിച്ചടിക്കാൻ ധൈര്യമുള്ളവർ ട്യൂഷൻ സെന്റർ സമീപത്തെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ആദ്യ ശബ്ദ സന്ദേശം. തിരിച്ചടിച്ച ശേഷമുള്ള അടുത്ത സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ: പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു, ഷഹബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും
മറ്റൊരു ഓഡിയോയിൽ ഷഹബാസിനെ ആക്രമിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഞാൻ മര്യാദയ്ക്ക് തച്ചിട്ടല്ലോ, ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല, അതിൽ തന്നെ ഓനൊന്നായിട്ട് ഇല്ലാണ്ടായി പോയി. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വയ്ക്കില്ലാണ്ട് വാണെന്ന് വെച്ചപ്പോൾ തല്ലിനോ ചത്തുപോയത്. എന്തേക്കാണ് അവൻ ഒന്നുമില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അക്രമ സംഘത്തിലെ കുട്ടികളിൽ ഒരാൾ ഷഹബാസിന് അയച്ച സന്ദേശവും പുറത്തു വന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ലെന്ന കുറ്റസമ്മതവും അതിലുണ്ട്. എൻ്റെ സീൻ്റെതാ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇനി ഒഴിവാക്കിക്കൊണ്ടോ. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. ഷഹബാസേ എന്തേലുണ്ടേ പൊട്ടപ്പെട്ടാട്ടോ. ന്യൂസ് 18 കോഴിക്കോട്. വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷം കൂടുന്നത് ഗൌരവമായി കാണണമെന്ന് മന്ത്രി എം. രാജേഷ്. കുട്ടികൾക്കിടയിലും അടിച്ചു തീർക്കുകയെന്ന ശൈലി കൂടുന്നു, ലഹരി ഉപയോഗവും വയലൻസിന് കാരണമാകുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം രൂക്ഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. SFI നേതാക്കൾക്ക് ലഹരി ഉപയോഗിക്കാനും വാങ്ങാനും പണം ലഭിച്ചില്ലെങ്കിൽ ആക്രമിക്കുന്ന അവസ്ഥയാണ്. ബോധവൽക്കരണം ഫലം കാണുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അറസ്റ്റിലായത് 2854 പേർ. 1.5 കിലോ MDMAയും 154 കിലോ കഞ്ചാവും ഇവരിൽ നിന്ന് പിടികൂടി. ADGP മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. സ്ഥിരം ലഹരി കടത്തുകാരുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലുമായിരുന്നു പ്രധാനമായും പരിശോധന. ഒപ്പം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും സാമൂഹിക വിരുദ്ധരുടെ താവളങ്ങളായി ശ്രദ്ധയിൽപ്പെട്ട ഇടങ്ങളിലും. MDMA, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയാണ് പിടികൂടിയത്. 17,246 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ 2,854 പേരാണ് അറസ്റ്റിലായത്. 2,782 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1.5 കിലോയ്ക്കടുത്ത് MDMAയും 154 കിലോ കഞ്ചാവ്, 18 ഗ്രാം ഹാഷിഷ് ഓയിൽ തുടങ്ങിയവയുമാണ് പിടികൂടിയത്. ഏറ്റവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം റൂറലിൽ 263 പേർ. തൊട്ടുപിന്നിൽ മലപ്പുറം. അറസ്റ്റിലായവരുടെ എണ്ണം 225. കൊച്ചിയിൽ പിടിയിലായത് 162 പേർ. രജിസ്റ്റർ ചെയ്തത് 150 കേസുകൾ. മയക്കുമരുന്ന് സംഘത്തിനെതിരെ വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. സംസ്ഥാനത്തെ ലഹരി കച്ചവടക്കാരുടെ പട്ടിക തയ്യാറാക്കിയായിരുന്നു ഒരാഴ്ചയായി പോലീസ് പരിശോധന നടത്തി വന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 10ാം ക്ലാസ്സുകാരനായ ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ചു. കൌൺസിലിംഗിനിടെയാണ് വിവരം കുടുംബാംഗങ്ങൾ അറിഞ്ഞത്. മറ്റ് സുഹൃത്തുക്കളുമായി ചേർന്ന് ആൺ സുഹൃത്ത് ലഹരി ഉപയോഗിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. കൊച്ചി നഗരത്തിലെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ആൺ സുഹൃത്ത് ലഹരി നൽകി പീഡിപ്പിച്ചത്. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനിടയിലാണ് മാതാപിതാക്കൾ വിവരമറിയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺ സുഹൃത്ത് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലുമാണ് ലഹരി നൽകിയത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛൻ ആൺ സുഹൃത്തിന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഈ പയ്യന്റെ ഫോൺ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടുന്നത്. ഞാനിത് അറിഞ്ഞ് ഇവൾക്ക് ഇതുപോലെ കിൻഡർ ജോയിലും ഡയറി മിൽക്കിലൊക്കെ ഇത് കൊടുത്തെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് കിട്ടി. പിന്നെ ബാക്കി എൻ്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്കിതൊക്കെ മനസ്സിലായത്. ഞാൻ ഇവരെല്ലാം ഈ കുട്ടികളുടെയൊക്കെ ഇൻസ്റ്റയിൽ കയറിയപ്പോഴത്തേക്കും ഇവരൊരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. ഇവർ ചെയ്ത എല്ലാ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളും ഇവർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. ആൺ സുഹൃത്തിനെതിരെ കേസെടുത്തു. ജുവനൈൽ ഹോമിലേക്ക് അയച്ച ശേഷം പ്രതി ജാമ്യത്തിലിറങ്ങി. മാരക ലഹരിയാണ് പ്രതിയും സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നത്. ലഹരി വാങ്ങാൻ പണത്തിനായി മോഷണവും നടത്തും. കൂടുതൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ലഹരി മാഫിയ സംഘം നമ്മുടെ കുട്ടികൾക്കുമേൽ പിടിമുറുക്കി കഴിഞ്ഞു. ഒരു ബോധവൽക്കരണം എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചാൽ മാത്രമേ ഇനി ഇവരെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.
യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയെന്ന് വകുപ്പുതല റിപ്പോർട്ട്. കുട്ടനാട് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജിനെതിരെ നടപടിയുണ്ടാകും. കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കനിവ് ഉൾപ്പെടെ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കാനും തീരുമാനമായി. എംഎൽഎ എക്സൈസ് മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ഡിസംബർ 28-നാണ് തകഴി പാലത്തിനടിയിൽ വെച്ച് കനിവടക്കം 9 അംഗ സംഘത്തെ കുട്ടനാട് എക്സൈസ് റേഞ്ച് ഓഫീസർ ജയരാജിന്റെ നേതൃത്വത്തിൽ കഞ്ചാവുമായി പിടികൂടുന്നത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ വിമർശനവുമായി യു പ്രതിഭ എംഎൽഎ നവമാധ്യമത്തിലൂടെ രംഗത്തെത്തി. ആദ്യം 90 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് പറഞ്ഞ എക്സൈസ് സംഘം പിന്നീട് അത് 3 ഗ്രാം മാത്രമെന്ന് തിരുത്തി. കനിവുൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിച്ചുവെന്ന എഫ്ഐആറും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. എന്നാൽ ഇത്രയും വിവാദമായ കേസിൽ എടുക്കേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും എക്സൈസ് പാലിച്ചില്ല. ലഹരി ഉപയോഗത്തിന് പിടിച്ചവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനായ കുട്ടനാട് റേഞ്ച് സിഐ ജയരാജിന്റെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശക്തി പ്രാപിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വകുപ്പുതല റിപ്പോർട്ട്. മെഡിക്കൽ പരിശോധന നടത്തുന്നതിൽ വന്ന വീഴ്ച. കേസിൽ സാക്ഷിമൊഴികളോ റിക്കവറിയോ ഇല്ല. തെളിവ് ശേഖരണം നടന്നിട്ടില്ല. കനിവടക്കം 3 മുതൽ 9 വരെയുള്ള പ്രതികളെ കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുമ്പോൾ ഒഴിവാക്കാനടക്കം തീരുമാനമെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ ഡെപ്യൂട്ടി ജോയിന്റ് കമ്മീഷണർ വിനോദ് കുമാർ വഴി ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം ജയരാജിന് വകുപ്പുതല നടപടി ഉറപ്പ്. മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയിൽ തന്റെ മകനെ ഭീഷണിപ്പെടുത്തിയാണ് കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ സമ്മതിപ്പിച്ചതെന്ന് യു പ്രതിഭ ആരോപിച്ചിരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം ആര്യനാട് ചാരായ വാറ്റ് കേന്ദ്രത്തിൽ റെയ്ഡിന് പോയ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. ആര്യനാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിഷ്ണു, ശ്രീകാന്ത് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 10 ലിറ്റർ ചാരായം, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തി, വാൾ എന്നിവയും പിടിച്ചെടുത്തു. ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റി. ആരോഗ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ജയിലിലേക്ക് മാറ്റും. അഫാൻ രാസലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തി. ആഡംബര ജീവിതം വരുത്തിവെച്ച വിനയാണ് കൂട്ടക്കുരുതി. ഷെമിക്കും കേസിലെ പ്രതിയും മകനുമായ അഫാനുമായി നാട്ടിലുണ്ടായിരുന്നത് 50 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യത. അഫാൻ ആദ്യം ഉപയോഗിച്ച ഫോൺ 1.5 ലക്ഷം രൂപയുടേത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 50,000 രൂപയുടേതും. ബൈക്കിന് വില 2 ലക്ഷം. നേരത്തെ മറ്റൊരു കാറും ബൈക്കും ഉണ്ടായിരുന്നത് വിറ്റു. പുറത്തുനിന്നായിരുന്നു മിക്കപ്പോഴും ഭക്ഷണം. കൂട്ടക്കുരുതി നടന്ന ദിവസവും സ്വർണം പണയം വെച്ച് കടക്കാരിൽ ചിലർക്ക് അഫാൻ പണം നൽകിയിരുന്നു. പിതാവ് അബ്ദുൾ റഹീമിന് വിദേശത്തുണ്ടായിരുന്നത് 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. 5 ലക്ഷം രൂപ നേരത്തെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് അയച്ചു കൊടുത്തത് പലപ്പോഴായി തിരിച്ചയച്ചിരുന്നു. പാങ്ങോട് പോലീസ് കഴിഞ്ഞ ദിവസം റഹീമിന്റെ മൊഴി രേഖപ്പെടുത്തി. അഫാൻ രാസലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല. ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റിയ പ്രതിയെ ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റും. ഷെമിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനും പോലീസ് തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഹിമപാതത്തിൽ കുടുങ്ങിയ 4 തൊഴിലാളികൾ മരിച്ചു. 5 പേർ ഇപ്പോഴും കൂറ്റൻ മഞ്ഞുപാളികൾക്കിടയിലാണ്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. 55 തൊഴിലാളികളാണ് ചമോലി ജില്ലയിലെ ബാനയിൽ ഇടിഞ്ഞു വീണ കൂറ്റൻ മഞ്ഞുപാളികൾക്കിടയിൽ ഇന്നലെ കുടുങ്ങിയത്. 33 പേരെ ഇന്നലെ രാത്രിയോടെ തന്നെ രക്ഷപ്പെടുത്തി. ഇന്ന് 17 പേരെ പുറത്തെത്തിച്ചു. പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവും കാരണം ഹെലികോപ്റ്ററിന്റെ സേവനം ഇന്നലെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് 6 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി. വ്ളാഡിമിർ സെലൻസ്കിയോട് പരസ്യമായി തട്ടിക്കയറി താൻ എന്തും ചെയ്യുമെന്നൊരിക്കൽ കൂടി തെളിയിച്ച ട്രംപിന് മുന്നിൽ അന്തിച്ചു നിൽക്കുന്നത് യൂറോപ്പ് മുഴുവനാണ്. ഈ സംഭവത്തോടെ അമേരിക്കയോട് കൂടുതൽ അകലുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഒത്തുതീർപ്പ് ശ്രമത്തിനെന്നോണം ചെയ്ത സഹായങ്ങൾക്ക് ട്രംപിനും അമേരിക്കയ്ക്കും പിന്നീട് സെലൻസ്കി എക്സിലൂടെ നന്ദി പറഞ്ഞു. You're not in a good position. You don't have the cards right now. With us, you start having cards. Right now, you don't. You're playing cards. You're playing cards. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. And what you're doing is very disrespectful to the country, this country.
ഇത്രയും ദുരന്തമായൊരു നയതന്ത്ര ചർച്ച ലോക ചരിത്രത്തിൽ അപൂർവം. 2 രാഷ്ട്രതലവന്മാർ പരസ്പരം തർക്കിച്ച് തല്ലിപ്പിരിയുന്നു. ലോകം മുഴുവൻ അത് തത്സമയം കാണുന്നു. അമേരിക്കയുമായി ധാതുകരാറിൽ ഒപ്പുവെക്കാനും അതുവഴി റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായക പിന്തുണ നേടാനുമാണ് വൈറ്റ് ഹൌസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി എത്തുന്നത്. റഷ്യക്കെതിരായ യുക്രൈന്റെ ചെറുത്തുനിൽപ്പിനെ പ്രശംസിച്ചാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസിഡന്റ് ട്രംപ് തുടങ്ങിയത്. എന്നാൽ വിഷയം സമാധാന കരാറിലേക്ക് നീങ്ങിയതോടെ ഭാഷ മാറി. ട്രംപ് പുടിനൊപ്പമോ എന്ന ചോദ്യത്തിന് ഇടപെട്ട് സംസാരിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് എരുതിയിൽ എണ്ണയൊഴിച്ചത്. You should be thanking the president for trying to bring an end to this conflict. Have you ever been to Ukraine that you say what problems we have? I have been to. I have actually. അമേരിക്കൻ സഹായത്തിന് സെലൻസ്കി ഒരിക്കലെങ്കിലും നന്ദി പറഞ്ഞോ എന്ന വാൻസിന്റെ ആരോപണം ട്രംപും ഏറ്റുപിടിച്ചു. 3ാം ലോക യുദ്ധത്തിനാണ് സെലൻസ്കി ശ്രമിക്കുന്നതെന്നും ഉക്രൈൻ ജനതയുടെ ജീവിതം വെച്ച് ചൂതാടുകയാണെന്നും വരെ ട്രംപ് കടുപ്പിച്ചു. പുടിനെ വിശ്വാസമില്ലെന്നും കൃത്യമായ ഉറപ്പുകളില്ലാതെ റഷ്യയുമായി സമാധാന കരാറിന് ഇല്ലെന്നുമുള്ള നിലപാട് ഇതോടെ സെലൻസ്കിയും ആവർത്തിച്ചു. ചർച്ച പാതി വഴിയിൽ പിരിഞ്ഞു. നേരത്തെ നിശ്ചയിച്ച സംയുക്ത വാർത്താ സമ്മേളനം അടക്കം റദ്ദാക്കി യുക്രൈൻ സംഘത്തോട് സ്ഥലം വിടാൻ വൈറ്റ് ഹൌസ് ആവശ്യപ്പെടുകയായിരുന്നു. അമേരിക്ക ഇടപെട്ടാൽ സമാധാന ശ്രമങ്ങൾക്ക് ഉക്രൈൻ തയ്യാറല്ലെന്നാണ് മനസ്സിലാകുന്നതെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സെലൻസ്കി ചർച്ചയ്ക്ക് വരട്ടെ എന്നും പിന്നീട് ട്രംപ് പ്രതികരിച്ചു. ഇരു നേതാക്കൾക്കുമിടയിലെ അസാധാരണ സംഭവ വികാസത്തെ ഞെട്ടലോടെയാണ് ലോക നേതാക്കൾ കണ്ടത്. ആദ്യ അമ്പരപ്പിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നായി സെലൻസ്കിക്ക് പിന്തുണ ആവർത്തിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്, പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്, നോർവീജിയൻ പ്രധാനമന്ത്രി, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് തുടങ്ങിയ മിക്ക പ്രമുഖരും യുക്രൈനെ പിന്തുണച്ച് രംഗത്തെത്തി. ട്രംപ് പുടിന്റെ പാവയാണെന്ന് അമേരിക്കയിലെ പ്രതിപക്ഷവും കുറ്റപ്പെടുത്തി. 3 വർഷം മുമ്പ് അമേരിക്കയുടെ കൂടെ പ്രേരണയിലാണ് റഷ്യക്കെതിരെ യുക്രൈൻ പടക്കിറങ്ങുന്നത്. അതേ അമേരിക്ക ഇപ്പോൾ യുക്രൈനെ കൈവിട്ടിരിക്കുന്നു. ഇന്നലെ വൈറ്റ് ഹൌസിൽ ഉണ്ടായിരുന്ന ഉക്രൈൻ അംബാസിഡർ ഒക്സാന മർക്കറോവയുടെ അതേ അവസ്ഥയിലാണ് ഉക്രൈൻകാരെല്ലാം. യുദ്ധം ഒറ്റയ്ക്ക് താങ്ങേണ്ട അവസ്ഥയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും. ട്രംപിന്റെ അമേരിക്കയുമായുള്ള യൂറോപ്പിന്റെ അകൽച്ച ഇതോടെ കൂടുതൽ വലുതാവുകയാണ്. അപ്പോഴും ശ്രദ്ധാകേന്ദ്രം ഡൊണാൾഡ് ട്രംപാണ്. അടുത്ത കിറുക്ക് എന്തായിരിക്കും എന്നതാണ് ഭയം. ഇതിനിടെ അണിയറയിൽ ഊറിച്ചിരിച്ച് റഷ്യയും ചൈനയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തുടർന്നുണ്ടായ ഛർദിയും ആരോഗ്യനില വഷളാക്കി. കൃത്രിമ ശ്വാസം നൽകി വരുന്നതായി വത്തിക്കാൻ അറിയിച്ചു. ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ ന്യൂമോണിയ ബാധയെ തുടർന്ന് വത്തിക്കാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭ ശക്തമായ നിലയിൽ. 4ാം ദിനം കളി അവസാനിച്ചപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എന്ന നിലയിലാണ് വിദർഭ. ഒരു ദിവസം ശേഷിക്കെ വിദർഭയുടെ ലീഡ് 286 റൺസായി. 132 റൺസുമായി കരുൺ നായരും ക്യാപ്റ്റൻ അക്ഷയുമാണ് ക്രീസിൽ. എൽദോ പോൾ പുതുശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. എൽദോ, കേരളത്തിന്റെ പ്രതീക്ഷ മങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെയാണെങ്കിൽ പോലും ഒരു ദിവസം അവശേഷിക്കുമ്പോൾ സാധ്യതകൾ കേരളത്തിന് മുന്നിൽ എന്തൊക്കെയുണ്ട്? രേണു, പ്രതീക്ഷയുടെ ഒരു നേരിയ പച്ചത്തുരുത്ത് നോക്കി നിൽക്കുകയാണ് കേരളം. കാരണം ഒരു ദിവസം മാത്രം ശേഷിക്കെ 286 എന്ന വലിയ ലീഡിലേക്ക് വിദർഭ എത്തിക്കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ട് അത് മറികടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ വിദർഭയെ പുറത്താക്കിയാൽ വിജയലക്ഷ്യത്തിലേക്ക് എത്താൻ ചിലപ്പോൾ കേരളത്തിന് ശ്രമിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ സെഷനാണ്. നാളെ രാവിലെ മത്സരം തുടങ്ങി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാകും. അവസാനത്തെ 6 വിക്കറ്റുകൾ അതിവേഗം വീഴ്ത്താൻ സാധിച്ചാൽ കേരളത്തിന് നേരിയ പ്രതീക്ഷ വെക്കാമെന്നാണെങ്കിലും ഇന്ന് അതുപോലെ തുടക്കം കേരളത്തിൽ ലഭിച്ചു. 7 റൺസ് എടുക്കെ വിദർഭയ്ക്ക് 2 വിക്കറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് 182 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ച കരുൺ നായരും ഡാനിഷ് മലബാറുമാണ് കേരളത്തിന്റെ കയ്യിൽ നിന്നും മത്സരത്തെ ഏറെക്കുറെ തട്ടിയെടുത്തത്. കരുൺ നായരുടെ കാര്യം 9 ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറികളാണ് ഈ സീസണിൽ മാത്രം കരുൺ നായർ സ്വന്തമാക്കിയത്. 23ാമത്തെ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയാണ് ആകെ കരിയറിൽ അദ്ദേഹം നേടിയത്. അങ്ങനെ തന്റെ ഒരു സാന്നിധ്യം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോഴും സജീവമാണ് എന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു കരുൺ നായർ. ന്യൂസ് 18നോട് തൊട്ടു മുമ്പ് കരുൺ നമ്മോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും യശ് രാത്തോട് 24 റൺസ് എടുത്ത് പുറത്തായി. അക്ഷയ് വാഡ്കറാണ് ഇപ്പോൾ കരുൺ നായർക്കൊപ്പം ക്രീസിൽ. കരുണിനെയും ക്യാപ്റ്റനായിട്ടുള്ള അക്ഷയ് വാഡ്കറിനെയും അതിവേഗത്തിൽ പുറത്താക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിന് നേരിയ ഒരു പ്രതീക്ഷ പുലർത്താം. പക്ഷേ അപ്പോഴും അത് സാധ്യതകളിൽ വളരെ വിരളമാണ് എന്ന് മാത്രം പറയണം. കാരണം അത്രമാത്രം ദുഷ്കരമാണ് ഇവിടുത്തെ സാഹചര്യം. ബാറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് 4ാമത്തെ ഇന്നിംഗ്സിൽ വലിയൊരു ടോട്ടൽ മുന്നിൽ വന്നാൽ അവിടെ പ്രയാസകരമായിരിക്കും കാര്യങ്ങൾ. എന്താണെങ്കിലും സമനിലയിലേക്ക് മത്സരം പോകുന്നു എന്ന് വേണം കരുതാൻ. ശരി, എൽദോ പോൾ പുതുശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിന്റെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയത് മലയാളിയായ കരുൺ നായരാണ്. കഠിനാധ്വാനത്തിന്റെ ഫലമാണ് രഞ്ജി ഫൈനലിലെ സെഞ്ചുറി എന്നാണ് കരുൺ നായർ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ദുഷ്കരമായ സാഹചര്യത്തിൽ സെഞ്ചുറി നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്.
സച്ചിൻ ബേബി സെഞ്ചുറി നഷ്ടമാക്കിയത് ദൌർഭാഗ്യകരമെന്നും കരുൺ നായർ പറഞ്ഞു. പ്രിപ്പറേഷൻ ലാസ്റ്റ് 16-17 months ആയിട്ട് നല്ലതായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റൺസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ഫോമാറ്റിലും റൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മനസ്സിൽ അതന്നെ ഉണ്ടായിരുന്നു ദാറ്റ് നല്ലതായിട്ട് കളിക്കുമ്പം 50s പോരാ, ആരെങ്കിലും കാണണമെങ്കിൽ 100 അടിച്ചുകൊണ്ടിരിക്കണം. 50 വെച്ച് ഔട്ടായ ഒരു കാര്യമില്ല. സോ എപ്പോൾ 50 ചെന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദാറ്റ് ഇത് കൺവേർട്ട് ചെയ്ത് 100 ആക്കണം. സോ അങ്ങനെ തന്നെ ആലോചിച്ച് ഇല്ല ഒരു ചാൻസ് വരുമ്പോൾ 50 വരുമ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും ദാറ്റ് 100 അടിക്കും. സോ റിയലി ഹാപ്പി ദാറ്റ് അത്രയും 9 പ്രാവശ്യം കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അങ്ങനെ തന്നെ വിചാരിച്ച് ഇനി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ചെയ്യാൻ നോക്കും. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഓരോ നിമിഷവും കേരള താരങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിപ്പടയുണ്ട്. കേരളത്തിന്റെ തന്നെ അണ്ടർ-14, അണ്ടർ-16 ക്രിക്കറ്റ് ടീം അംഗങ്ങളാണവർ. കേരളത്തിന്റെ പരിശീലകൻ അമയ് ഖുറൈസിയയുടെ തന്ത്രങ്ങളിൽ ഈ കുരുന്നുകളുടെ പ്രോത്സാഹനവും ഉൾപ്പെടുന്നു. ചിലപ്പോഴൊക്കെ തോന്നും ഇത് കേരളത്തിലെ ഏതോ ക്രിക്കറ്റ് സ്റ്റേഡിയമാണെന്ന്. ഓരോ ഷോട്ടിലും ചേട്ടന്മാർക്ക് അനിയന്മാരുടെ ഉശിരൻ പിന്തുണ. ഓരോ ഓവർ കഴിയുമ്പോഴും ക്രീസിൽ നിൽക്കുന്ന ബാറ്റർമാരെ നോക്കി ഒരു സ്വരത്തിൽ അവർ പറയും യോദ്ധാവ്. അത് നമ്മളെ ഒരു ബാറ്റ്സ്മാർക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി നമ്മളെ കോച്ച് പറഞ്ഞാണ്. അപ്പോൾ അത് അവർക്ക് നന്നായി നമ്മൾ എത്തിക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യാമോ? അറിയാം. 3, 2, 1 കോച്ച് അമയ് ഖുറൈസിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാറ്റർമാരെ നോക്കി യുവപ്രതിഭകൾ യോദ്ധാവ് എന്ന് വിളിക്കുന്നത്. 98 റൺസ് എടുത്ത് സച്ചിൻ ബേബി പുറത്തായപ്പോൾ ചങ്ക് പിടഞ്ഞുപോയി അവർക്ക്. ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവർ എഴുന്നേറ്റു. സച്ചിൻ ചേട്ടന്റെ പോരാട്ടത്തിനുള്ള ബഹുമാനം. കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുന്നത് കാണാൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ഓരോരുത്തരും. വേറൊരു ഫീലാണ് രഞ്ജി ട്രോഫി ഫൈനല് കാണാന്ന് പറഞ്ഞാൽ. അത് ഫസ്റ്റ് ടൈം കേരളം കയറുമ്പോൾ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് നല്ല രസമുണ്ട് കളി കാണാൻ. അത് പക്ഷേ ലീഡ് പോയാലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഇനി 2 ദിവസം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാനുള്ളൊരു നല്ലൊരു ഹോപ്പുണ്ട്. ഹോം ഗ്രൗണ്ടിൽ വിദർഭയ്ക്ക് പിന്തുണയുമായി നാട്ടുകാരുള്ളപ്പോൾ കേരളത്തിന്റെ ആശ്വാസവും പ്രതീക്ഷയും ഈ 30 പേരുടെ ആർപ്പുവിളികളാണ്. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ കേരളത്തിന് 1ാം ഇന്നിംഗ്സ് ലീഗ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സ് നിറച്ച ഒരു കൂട്ടം കുട്ടിപ്പട്ടാളമുണ്ട് കേരളത്തിലെത്തിയ അണ്ടർ-14, അണ്ടർ-16 ടീം അംഗങ്ങൾ. ഇവർ അക്ഷരാർത്ഥത്തിൽ ഈ സ്റ്റേഡിയത്തെ ഇന്ന് ആവേശം കൊള്ളിച്ചു. കേരള താരങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്തു. നാഗ്പൂരിൽ നിന്ന് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇപ്പോൾ വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ അച്ഛൻ റഹീം മാധ്യമങ്ങളെ കാണുന്നു. അല്ല, അങ്ങനല്ല. എന്താ കണ്ടേക്കാലം പുരോഗതി ഇന്നുണ്ട്. സംസാരത്തിലും മറ്റു വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ പോലീസിന് നൽകിയ മൊഴിയിൽ എന്തായിരുന്നു ഒരു പ്രധാനമായിട്ട്? അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ചൊന്നും. അല്ല, അബ്ദുറഹീമിനോട് എന്താണ് പോലീസ് ചോദിച്ചത് അക്കാര്യത്തിൽ? സാഹചര്യം എനിക്കറിയത്തില്ല. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത്രേ ഉള്ളൂ. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവരെ തെളിയിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച് കൂടുതലൊന്നും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സാമ്പത്തിക എന്നും വീടുകളിൽ ബന്ധപ്പെടുന്ന ആളാണ് ഞാൻ. എന്നിട്ട് അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ വലിയ സാമ്പത്തിക ഒന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയത്തില്ല. എത്ര ബാധ്യതയുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഇത് അറിവിലില്ല. വീട് വെച്ചതിലൊന്നും കടകളൊന്നുമില്ല. വീട് വെച്ചതൊക്കെ ഞാൻ കടക്ക് എല്ലാം തീർത്തതാണ്. അതിലൊന്നും കടകൾ ബാധ്യതകളൊന്നുമില്ല. ട്രാവൽ ബാൻ അവിടുത്തെ സാമൂഹിക പ്രവർത്തകരും അവിടുത്തെ എല്ലാവരും സഹായിച്ചാണ് ഞാൻ. ഇല്ല, അങ്ങനെയൊന്നുമില്ല.
അങ്ങനെയുള്ള സാമ്പത്തികത്തിന്റെ ബാണല്ലത്, സാധാരണ രീതിയിലുള്ള ബാണാണ്. ഏറ്റവും അവസാനം എന്നായിരുന്നു സംസാരിച്ചത്? അവനായിട്ട് മിക്കവാറൊക്കെ വാട്സപ്പ് വഴി സംസാരിക്കാറ്. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച മുന്നേ. ശരി, എന്നാൽ പ്രാർത്ഥിക്കാത്ത